ഹായ് എല്ലാവർക്കും ബ്ലൂഡോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ LDC CPO പരീക്ഷകൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായ കേരള ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഈ ഒരു ചരിത്രം എന്ന വിഭാഗത്തിൽ നിന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈമുകളായ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. കേരളത്തിൽ സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിച്ച യൂറോപ്യൻ ശക്തി ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ കേരളത്തിൽ സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിച്ച യൂറോപ്യൻ ശക്തി ആരാണ്? പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട, അത് ചാലിയം കോട്ടയാണ്. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ട ഏതാണ്? അത് ചാലിയം കോട്ടയാണ്. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായി നിയമിതനായ ഡച്ചുകാരൻ ഹെൻറിക് റീൻസ് ആണ്. ഇപ്പോൾ കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായ ഡച്ചുകാരനാരാണ്? ഹെൻറിക് റീൻസ് ആണ്. 1678 1693 മധ്യേ എത്ര വാല്യങ്ങളായിട്ടാണ് ഡച്ചുകാർ സസ്യശാസ്ത്ര ഗ്രന്ഥമായ ഹോർത്തൂസ് മലബാറിക്കസ് ആംസ്റ്റർഡാമിൽ നിന്ന് പ്രസിദ്ധപ്പെടുത്തിയത്? 12 വാല്യങ്ങളാണ്. അപ്പോൾ ഡച്ചുകാർ നമ്മുടെ ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ആ ഒരു കൃതി ആംസ്റ്റർഡാമിൽ നിന്ന് എത്ര വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരണപ്പെടുത്തിയത്? 12 വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരണപ്പെടുത്തിയത്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് 1750 ജനുവരി 3-നാണ്. അപ്പോൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയെന്നാണ് 1750 ജനുവരി 3-നാണ്. തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ മഹാരാജാവ്, അത് ധർമ്മരാജാവാണ്. നമ്മൾ കിഴവൻ രാജ എന്നൊക്കെ പറയുന്ന ധർമ്മരാജാവ് അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് എന്ത് ചെയ്തത്? തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ മഹാരാജാവ് ആരാണ്? ധർമ്മരാജാവ്, അല്ലെങ്കിൽ ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപൻ ആരാണ്? ഡിലനോയാണ്. അപ്പോൾ തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡിലനോയാണ് എന്ത്? തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപൻ. അയിത്തജാതിക്കാരുടെ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ഏത് മഹാരാജാവിൻ്റെ കാലത്താണ്? അത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. അപ്പോൾ അയിത്തജാതിക്കാരുടെ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ഏത് മഹാരാജാവിൻ്റെ കാലത്താണ്? അത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ മഹാരാജാവ്, അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. അപ്പോൾ തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ മഹാരാജാവ് ആരാണ്? അത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ്. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി പോത്തേരി കുഞ്ഞമ്പു രചിച്ച നോവൽ സരസ്വതി വിജയമാണ്. അപ്പോൾ 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കിയിട്ട് പോത്തേരി കുഞ്ഞമ്പു രചിച്ച നോവൽ ഏതാണ്? അത് സരസ്വതി വിജയമാണ്. ഏത് സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു TK മാധവൻ? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു. അപ്പോൾ ഏത് സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു TK മാധവൻ? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു. C കൃഷ്ണൻ നായർ, തേവർത്തുണ്ടിയിൽ ടൈറ്റസ്, രാഘവ പൊതുവാൾ, ശങ്കർജി ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ്? അത് നമ്മുടെ ദണ്ഡിയാത്രയിൽ ഗാന്ധിജിയെ അനുഗമിച്ച മലയാളികളാണ്. അപ്പോൾ C കൃഷ്ണൻ നായർ, തേവർത്തുണ്ടിയിൽ ടൈറ്റസ്, രാഘവ പൊതുവാൾ, ശങ്കർജി ഇവർ ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? അത് നമ്മുടെ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ അനുഗമിച്ച മലയാളികളാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബാല്യകാല നാമം ശങ്കരനാണ്. അപ്പോൾ പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബാല്യകാല നാമം എന്താണ്? ശങ്കരനാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ഡോക്ടർ ME നായിഡു നേതൃത്വം വഹിച്ച സത്യാഗ്രഹം ഏതാണത്? ശുചീന്ദ്രം സത്യാഗ്രഹമാണ്. അപ്പോൾ തെക്കൻ തിരുവിതാംകൂറിൽ ഡോക്ടർ ME നായിഡു നേതൃത്വം വഹിച്ച സത്യാഗ്രഹം ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമാധാരമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ നാരായണമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമാധാരമാക്കിയിട്ട് പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ ഏതാണ്? അത് നാരായണമാണ്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേസരി A ബാലകൃഷ്ണപിള്ളയാണ്. അപ്പോൾ കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ടത് ആരാണ്? കേസരി A ബാലകൃഷ്ണപിള്ള. ജാതിനാശിനി സഭ സ്ഥാപിച്ച ആരാണ്? ആനന്ദ തീർത്ഥനാണ്. അപ്പോൾ ജാതിനാശിനി സഭ സ്ഥാപിച്ച ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ്? അത് വിവേകോദയമാണ്.
അപ്പോൾ ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ട പ്രസിദ്ധീകരണം ഏതാണ്? വിവേകോദയമാണ്. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച ആരെയാണ്? അത് ഡോക്ടർ പൽപുവിനെയാണ്. അപ്പോൾ ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച ആരെയാണ്? ഡോക്ടർ പൽപുവിനെയാണ്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? അത് പുന്നപ്ര വയലാർ സമരമാണ്. അപ്പോൾ തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരമാണ്. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷമെന്നാണ്? 1909. അപ്പോൾ പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷമെന്നാണ്? 1909. മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കേരളത്തിലെത്തിയെന്നാണ്? 1920 ഓഗസ്റ്റ് 18. നമ്മുടെ കോഴിക്കോടാണ് മഹാത്മാഗാന്ധി വന്ന് ഇറങ്ങിയത്. അപ്പോൾ മഹാത്മാഗാന്ധി ആദ്യമായിട്ട് കേരളത്തിലെത്തിയെന്നാണ്? 1920 ഓഗസ്റ്റ് 18. എവിടെയാണ് വന്നിറങ്ങിയത്? കോഴിക്കോടാണ് വന്ന് ഇറങ്ങിയത്. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മൊറാഴ സമര നായകൻ ആരാണ്? KPR ഗോപാലനാണ്. അപ്പോൾ നമ്മുടെ ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്നിട്ട് മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മൊറാഴ സമര നായകൻ ആരാണ്? അത് KPR ഗോപാലനാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. കേരളത്തിൽ സങ്കരവാസ സങ്കേതങ്ങൾ സ്ഥാപിച്ച യൂറോപ്യൻ ശക്തി ആരാണ്? അത് പോർച്ചുഗീസുകാരാണ്. സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി ഏതാണ്? ചാലിയം കോട്ടയാണ്. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായി നിയമിതനായ ഡച്ചുകാരൻ ആരാണ്? ഹെൻറിക് റെയിൻസ് ആണ്. നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് എത്ര വാല്യങ്ങളാണ് പ്രസിദ്ധീകരണപ്പെടുത്തിയത്? അത് 12 വാല്യങ്ങളാണ്. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയെന്നാണ്? 1750 ജനുവരി 3 തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയ മഹാരാജാവ്? അത് ധർമ്മരാജയാണ്. അല്ലെങ്കിൽ ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലനം നൽകിയ ഡച്ച് സൈന്യാധിപൻ? അത് ഡിലനോയാണ്. അയിത്തജാതിക്കാരുടെ കുട്ടികൾക്ക് സർക്കാർ പള്ളിക്കൂടങ്ങളിൽ പ്രവേശനം അനുവദിച്ചത് ഏത് മഹാരാജാവിൻ്റെ കാലത്താണ്? അത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. തിരുവിതാംകൂറിൽ ഭരണം നടത്തിയ അവസാനത്തെ മഹാരാജാവ്? ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ്. 19-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അനാചാരങ്ങൾ പ്രമേയമാക്കി പോത്തേരി കുഞ്ഞമ്പു രചിച്ച നോവൽ? സരസ്വതി വിജയം. ഏത് സത്യാഗ്രഹത്തിൻ്റെ മുഖ്യ സംഘാടകനായിരുന്നു TK മാധവൻ? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സംഘാടകനായിരുന്നു. സി കൃഷ്ണൻ നായർ, തേവർത്തുണ്ടിയിൽ ടൈറ്റസ്, രാഘവ പൊതുവാൾ, ശങ്കർജി എന്നിവർ ഏത് ചരിത്ര സംഭവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ മഹാത്മാഗാന്ധിജിയെ അനുഗമിച്ച ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ്റെ ബാല്യകാല നാമം? ശങ്കരനാണ്. തെക്കൻ തിരുവിതാംകൂറിൽ ഡോക്ടർ ME നായിഡു നേതൃത്വത്തിൽ വഹിച്ച സത്യാഗ്രഹം ഏതാണ്? ശുചീന്ദ്രം സത്യാഗ്രഹമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതമാധാരമാക്കി പെരുമ്പടവം ശ്രീധരൻ രചിച്ച നോവൽ? നാരായണം. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ടത്? കേസരിയെ ബാലകൃഷ്ണപിള്ള. ജാതിനാശിനി സഭ സ്ഥാപിച്ചത്? ആനന്ദതീർത്ഥൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെട്ട പ്രസിദ്ധീകരണം? വിവേകോദയം. ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി ആരാണ്? ഡോക്ടർ പൽപ്പുവാണ്. അത് സരോജിനി നായിഡുവിനെ വിശേഷിപ്പിച്ച ആരാണ്? അത് ഡോക്ടർ പൽപ്പുവാണ്. തുലാംപത്ത് സമരം എന്നറിയപ്പെടുന്നത്? പുന്നപ്ര വയലാർ സമരം. പൊയ്കയിൽ ശ്രീകുമാര ഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം? 1909. മഹാത്മാഗാന്ധി ആദ്യമായി കേരളത്തിലെത്തിയത്? കോഴിക്കോടാണ്. എന്നാണ്? 1920 ഓഗസ്റ്റ് 18. ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട മൊറാഴ സമര നായകൻ? KPR ഗോപാലനാണ്.